അർച്ചനയെ ഞാൻ കല്യാണം കഴിച്ചത് മുതൽ ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയതാ. എന്റെ അനിയന്റെ ഭാര്യയായിട്ടോ അർച്ചനയുടെ അനിയത്തിയായിട്ടോ അല്ല, എന്റെ കൂടപ്പിറപ്പായിട്ട് തന്നെയാ ഈ ഏട്ടൻ നിന്നെ കണ്ടിട്ടുള്ളത്. നീ ധൈര്യം കൈവിടരുത്. ആതിര മനസ്സിൽ ചിലതൊക്കെ ഉദ്ദേശിച്ചിട്ടാ വക്കീൽ നോട്ടീസ് അയച്ചത്. പക്ഷെ അത് വലിയ തിരിച്ചടിയായി. ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അവന്റെ ഈ വാശിയും വൈരാഗ്യം തീരുന്നതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. മോനെ, എനിക്കൊരു സമാധാനമില്ല. സന്ദീപിന് എന്തോ കൈവശം കൊടുത്ത് അവന്തിക്ക് മയക്കിയതാ, അല്ലാതെ ഇതൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ കൈവശം കൊടുത്താൽ മയങ്ങുന്ന പ്രായമാണോ അവൻ്റെത്? അവനൊരാണല്ലേ. അവനൊരു ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, കുടുംബമുണ്ട്. അത് തകരാൻ നോക്കേണ്ട ഉത്തരവാദിത്തം അവനുണ്ടായിരുന്നു. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ മോളുടെ കണ്ണിനെ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കെതിരെ അവന്തിയേക്ക് കിട്ടിയ ഏറ്റവും നല്ല ആയുധം അവൻ. അതുപോലും അവന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന് ഓർക്കുമ്പോഴാ സേതുവേട്ടൻ ഇല്ലാത്തിന്റെ വില ഇപ്പോഴാ മനസ്സിലാവുന്നത്. അച്ഛൻ അന്നേ പോയത് നന്നായി എന്ന് ഞാനിപ്പോ കരുതുന്നുള്ളൂ. ഇതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ. മോനെ, നീ സന്ദീപിനെ ഒന്ന് പോയി കണ്ട് സംസാരിക്കണം. അമ്മയും ഞാൻ 2 ദിവസത്തേക്ക് സ്ഥലത്തുണ്ടാവില്ല. ഒരു ഓട്ടോ ഉണ്ട്. ദൂരെ എവിടെയെങ്കിലും ആണോ? ആ, അമ്മ വിഷമിക്കണ്ട. തിരിച്ചു വന്നിട്ട് ഞാൻ അവനെ പോയി കാണാം. എന്റെ അനിയത്തിക്ക് വേണ്ടി വേണമെങ്കിൽ അവന്റെ കാല് പിടിക്കാം. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. എന്തായാലും ഞാൻ ആതിരയോടൊന്ന് സംസാരിക്കട്ടെ. എന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കോളൂ. മനസ്സ് ഒരു കടല് പോലെയാണ്. അതിലെ തിരകൾ പോലെയാണ് ഓർമ്മകൾ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ തന്നെ ഇയാൾ ഇവൾക്ക് ഓർമ്മ തിരിച്ചു കൊടുക്കുവോ? ദീർഘമായ യാത്രയായിരുന്നു അല്ലേ? അപകടം നടന്ന രാത്രിയിൽ നഷ്ടപ്പെട്ടത് ഓർമ്മകൾ മാത്രമല്ലല്ലോ. എനിക്കൊന്നും അറിയില്ല ഗുരുജി. ആക്സിഡന്റ് സംഭവിച്ച ഉടനെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞങ്ങൾ അല്ലേ? എനിക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടുമോ ഗുരുജി? അതിന് ഓർമ്മകൾ എവിടെയും പോയിട്ടില്ലല്ലോ. അടച്ചു മൂടപ്പെട്ടതല്ലേ ഉള്ളൂ. ചിലത് ചിലർ പൂട്ടുകയും ചെയ്തു. വിഷമിക്കണ്ട. ധന്വന്തരമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വന്നു ചേരാൻ പറ്റൂ. വന്നു ചേർന്നാൽ ഏത് രോഗവും ഭേദമാവുകയും ചെയ്യും. കുട്ടി വിഷമിക്കണ്ട. കുട്ടിയുടെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ധന്വന്തരമൂർത്തി തന്നെ തിരിച്ചു തരും. ഞാനതിനൊരു നിമിത്തമാവുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ. ദൈവമേ, അപ്പൊ ശരിക്കും ഇവൾക്ക് ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടുമോ? എങ്കിൽ പിന്നെ എല്ലാം തീർന്നല്ലോ. കുട്ടിയുടെ ഓർമ്മകളെ ആരൊക്കെയോ ഭയക്കുന്നുണ്ടല്ലോ. ഗുരുജി, ഇവിടുത്തെ ചികിത്സാരീതികളും പ്രാർത്ഥനകളും എന്തായാലും അതൊക്കെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. എങ്ങനെയായാലും
ഇയാളുടെ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ മതി. ചികിത്സകളെല്ലാം ചെയ്യാം, പൂജകളും വഴിപാടുകളും നടത്താം. പക്ഷേ രോഗിയുടെ ആത്മസമർപ്പണമാണ് ഏറ്റവും പ്രധാനം. ചികിത്സ കൊണ്ട് ഫലമുണ്ടാകാമെങ്കിലും മനസ്സിലേക്ക് മടങ്ങി വരാനിരിക്കുന്ന ഓർമ്മകൾക്ക് മറകെട്ടാൻ ഏതോ ശക്തികൾ കാത്തിരിക്കുന്നുണ്ട്. ശരീരത്തെ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യിച്ചെടുക്കണം. അതിന് ആദ്യം തൈലലേപനം, പിന്നീട് ശിരോധാര തലച്ചോറിനെ ശാന്തമാക്കാൻ. അത് കഴിഞ്ഞാൽ നസ്യം, അത് തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ബ്രഹ്മിയും അശ്വഗന്ധവും ഓർമ്മകളെ ശക്തിപ്പെടുത്തും. എല്ലാം ഓരോന്നോരോന്നായി ചെയ്താൽ ഓർമ്മകൾ താനേ മടങ്ങി വരും. നാളെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ചികിത്സ തുടങ്ങാം. മോളെ, നീ എന്താ ആഹാരം കഴിക്കാത്തെ? എനിക്ക് വിശപ്പില്ല. തിന്നാതെയും കുടിക്കാതെ ഇരുന്ന ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിലും കഴിക്കാൻ തോന്നണ്ടേ സച്ചേട്ടാ? ചത്താ മതിയെന്ന് തോന്നാ. അല്ലെങ്കിൽ തന്നെ ഞാനിനി എന്തിനാ ജീവിക്കുന്നത്? മോളെ, മരിക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ കാണിച്ച ധൈര്യമൊക്കെ ചോർന്നു പോയോ? മോളെ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നിന്റെ ഈ കണ്ണീര് കൊണ്ടും അവനോടുള്ള സ്നേഹം കൊണ്ടും ഒന്നും തൽക്കാലം അവനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും സച്ചേട്ടാ? അച്ഛൻ എന്താ വരാത്തേന്ന് മോൾ ഒരു ദിവസം എത്ര തവണയാ ചോദിക്കണെന്നറിയോ? എനിക്ക് അവളോട് പറയാനൊരു മറുപടി ഇല്ല. നിന്നോട് പറയാൻ എന്റെ കയ്യിൽ ഒരു മറുപടിയില്ല. പക്ഷേ ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് അല്ല, ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാനിപ്പോ നിന്നോട് സംസാരിക്കുന്നത്. എനിക്ക് മൂക്കും ആരുമില്ലാത്ത പോലെ തോന്നുക സച്ചേട്ടാ. സന്ദീപും നീയും പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതിന് എത്രയോ മുമ്പ് അർച്ചനയെ ഞാൻ കല്യാണം കഴിച്ചത് മുതൽ ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയതാ. എന്റെ അനിയന്റെ ഭാര്യയായിട്ടോ അർച്ചനയുടെ അനിയത്തിയായിട്ടോ അല്ല, എന്റെ കൂടപ്പിറപ്പായിട്ട് തന്നെയാ ഈ ഏട്ടൻ നിന്നെ കണ്ടിട്ടുള്ളത്. നീ ധൈര്യം കൈവിടരുത്.